ഇപ്പൊ ഇന്നലെ കൊച്ചിയിൽ വി.ഡി. സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് പരസ്യ സഖ്യമില്ലെന്നാണ്. എനിക്ക് കയവും നടത്തിയാലും അല്ല ഭാര്യ നടത്തിയാലും പരാതിയില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യ സഖ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ചർച്ചകളിലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സഖ്യമില്ലെന്നാണ്. അല്ലാതെ ഗയൂമിന് പ്രചരണം നടത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. ജമാഅത്തെ ഇസ്ലാമി മുന്നിൽ നിന്ന് ഒരു ഡിവിഷനിൽ പ്രചരണം നയിക്കുകയാണ്. സതീശനോ ഇവിടെ ചാർജുള്ള ചെന്നിത്തലയോ അല്ലെങ്കിൽ DCC MP ആയിട്ടുള്ള രാഘവനൊന്നുമല്ല അവിടെ നയിക്കുന്നത്. അത് ചെറിയൊരു കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാക്കി എല്ലാ മുന്നണികൾക്കും അവരുടെ മുന്നണി പോരാളികളായിട്ടുള്ള നേതാക്കളാണ് പ്രചരണം നയിക്കുന്നത്. പക്ഷേ ചെറുവണ്ണൂർ വെസ്റ്റിൽ പ്രചാരണം നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. അത് സമ്മതിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രഹസ്യമായ സഖ്യമാണോ പരസ്യമായ സഖ്യമാണോ? കോഴിക്കോട് പോലുള്ള ഒരു നഗരസഭയിൽ പരസ്യമായ സഖ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി. അത് പറയുമ്പോൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? രഹസ്യമായ സഖ്യമാണെങ്കിൽ ആ നിലയിൽ പറയാമായിരുന്നു. അവിടെ കോൺഗ്രസിന് കാൻഡിഡേറ്റ് ഇല്ല, കയ്യും തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നു. ചെന്നിത്തലയോ രാഘവനോ ഒന്നും അവിടെ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നില്ല, അവർ പുറകിലാണ്. അത് കോൺഗ്രസിൻ്റെ നയമാണെങ്കിൽ ആ നയം കോൺഗ്രസ് സമ്മതിക്കണം. ലീഗുകാർ തന്നെ പരസ്യമായി പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പരസ്യമായ സഖ്യങ്ങളൊന്നും ഇല്ല എന്നാണ്. പരസ്യമായ സഖ്യം ഇവിടെ ഉണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എനിക്കിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടെ പ്രചരണം നടത്തി എന്നുള്ളത് ഒരു ചട്ടലംഘനമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നൈതികതയെക്കുറിച്ച് മതനിരപേക്ഷതയെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്നവർ, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ പോലുള്ള ആദരണീയരായിട്ടുള്ള നേതാക്കളുള്ള ഒരു മുന്നണി അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് മതേതര സമൂഹം ചിന്തിക്കാൻ വേണ്ടിയേ ഞാൻ പറഞ്ഞുള്ളൂ.